ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് മൈക്രോ ഗ്രീൻ ഹാർവെസ്റ്റിംഗ് ആണ് ഗൈസ്. സോ എന്തായാലും ഞാൻ ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങട്ടെ. സോ നമ്മുടെ റെഡ് സ്റ്റെംഡ് റാഡിഷാണ് ഈ നിൽക്കുന്നത്. സോ എന്തായാലും ഞാൻ ഹാർവെസ്റ്റ് ചെയ്ത് സെറ്റാക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, കണ്ടോ? പിന്നെ ഇവിടെ ഒരു റെഡിഷ് കളർ കണ്ടോ, ചെറുതായിട്ടൊരു പിങ്കി റെഡ്. ഇതാണ് സംഭവം. സോ എന്തായാലും ഞാൻ ഫുള്ള് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കട്ടെ. നമ്മുടെ മൈക്രോ ഗ്രീൻ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്രാവശ്യം നമുക്ക് 3 വെറൈറ്റിയേ ഉള്ളൂ. ഗ്രീൻ ഗ്രാമും പക്ചോയും പിന്നെ റെഡ് സ്റ്റെം വരുന്ന റാഡിഷും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് നമ്മുടെ എല്ലാവർക്കും ഉള്ള ന്യൂട്രിയൻസ് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. സോ അതിൻ്റെ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 കപ്പുകളിലായിട്ട് നമ്മൾ വെള്ളം എടുക്കും. എന്നിട്ട് 2 കപ്പുകളായിട്ട് തനിയെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത്. കാരണം ഇത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ. സോ അതൊക്കെ നോക്കി കണ്ടൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോന്നും മിക്സ് ചെയ്യാനായിട്ട്. എളുപ്പമുള്ള പരിപാടിയല്ല ഗൈസ്, കുറച്ച് പണിയുള്ള പരിപാടിയാണ്. നോക്കി കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോവും, പണി കിട്ടും. സോ എല്ലാം കറക്റ്റ് അളവിന് നമ്മൾ എടുക്കണം. ഒരു പൊടിക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഉദ്ദേശിച്ച ഒരു എഫക്റ്റ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ്. സോ എന്തായാലും ഞാൻ പെർഫെക്റ്റായിട്ട് ന്യൂട്രിയൻസ് സെറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഈ മൈക്രോ ഗ്രീൻസിൻ്റെ ട്രേ നമ്മൾ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ട്രേകളാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് നീങ്ങാൻ. സോ ഗൈസ്, അപ്പോൾ നമ്മളിതേ നമ്മുടെ മൈക്രോ ഗ്രീൻ ട്രേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വാഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചകിരിച്ചോറ് നിറച്ച് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അതേ നമ്മളങ്ങനെ ചകിരിച്ചോറിട്ട് കോക്കോപീറ്റ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വയറ്റിലേക്ക് നമുക്ക് സീഡ്സും കൂടി ഇട്ട് സെറ്റാക്കാം. സോ ഗൈസ്, നമ്മളത് അങ്ങനെ മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് നമ്മളിങ്ങനെ സോയ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇന്ന് നമ്മൾ പക്ചോയിൻ്റെ സീഡ്സും ഫെനിഗ്രീക്കിൻ്റെ സീഡ്സും പിന്നെ റെഡ് സ്റ്റെം റാഡിഷ് സീഡ്സും ഗ്രീൻ ഗ്രാമൊക്കെയാണ് നമ്മൾ ഇടുന്നത്. അതായത് നമ്മൾ മൈക്രോ ഗ്രീൻസ് സോയിങ് കഴിഞ്ഞത് എല്ലാവരും സ്റ്റാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്താഴ്ച ബുധനാഴ്ചത്തേക്കുള്ളൊരു കുറച്ചും കൂടി ബാക്കി നിൽപ്പുണ്ട്. സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫാമിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ. സോ ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ ഹോം. നമ്മളങ്ങനെ വീട്ടിലെത്തി. സോ വീട്ടിലെത്തിയിട്ട് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ചെടികളും തൈകളും ഒക്കെ വെക്കാനുണ്ട്. ചെയ്ത് നമ്മളവിടെ വെണ്ടച്ചാട്ടന്മാർ നിൽപ്പുണ്ട്, ഇവിടെ കോവല് നിൽപ്പുണ്ട്, ഇപ്പുറത്ത് ചൊരയ്ക്ക് കയറി വരുന്നുണ്ട്, പിന്നെ പാവയ്ക്ക വരുന്നുണ്ട്. ഒക്കെ സെറ്റാണ്. സോ ഇനിയിപ്പോൾ കുറച്ചുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. സോ എന്തായാലും ഞാൻ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യട്ടെ. നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ ചൊരക്കയുടെ തൈകൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രോ ബാഗിൽ നമ്മളത് വെണ്ടത്തൈ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രോ ബാഗിൽ നമ്മളവിടെ റാഡിഷിന് മൈക്രോ ഗ്രീൻസ് ഇട്ടപ്പോൾ വലുതായി വന്നതായിരുന്നു. അപ്പോൾ അതിനെ പറിച്ചുകൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി റാഡിഷ് ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂർക്ക വെച്ചിട്ടുണ്ട്. സോ അതിനൊക്കെ കുറച്ച് ചാര ഇട്ട് കൊടുക്കണം. സോ ആ പരിപാടിയിലേക്ക് കിടക്കും. ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന കൂർക്ക തൈകൾ. സോ ഇവർക്ക് ഇനി കുറച്ച് ചാര ഇട്ട് കൊടുക്കണം. സോ നമ്മൾ ചാര എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് എടുക്കുക, എന്നിട്ട് ഇവിടെ സൈഡിൽ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സെറ്റാക്കട്ടെ ഗൈസ്. അങ്ങനെ ചാര ഇട്ട് കൊടുത്തു. സോ ഇന്നത്തേക്കുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ ഡിന്നറിന് പാസ്ത ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. സോ അതിൻ്റെ വ്ളോഗ് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് വെയിറ്റിംഗ്. സോ എന്താണെങ്കിലും നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ സാധനങ്ങൾ നമ്മുടെ ഹോട്ട് സോസേജ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ക്യാരറ്റും സവാളയും സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാസ്ത സെറ്റാണ്. സോ ഗൈസ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാസ്ത സോസൊക്കെ ഒഴിച്ച് സെറ്റാക്കിയത് നാളെ കാണിച്ചു തരാം കേട്ടോ. സോ കീപ് വെയിറ്റിംഗ്. സോ നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ബൈ.